ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് തബൂക്ക് സൈഡിൽ ദുബ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദുബ. അങ്ങനെ ഞാൻ ജിദ്ദയിൽ നിന്ന് ലോഡ് കയറ്റി വന്ന് ഷിഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ വന്ന് ലോഡ് ഇറക്കി തിരിച്ച് ജിദ്ദയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് മാഷാ അല്ലാഹ് കമ്പനി വണ്ടിയെല്ലാം മാറ്റി തന്നിട്ട് നല്ല അടിപൊളി സൂപ്പർ വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മളടുത്ത് റിനോൾട്ടറിൻ്റെ വണ്ടിയായിരുന്നു. ഇപ്പം നമുക്ക് മാന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് വണ്ടി. അപ്പോൾ ഞാൻ തിരിച്ച് ജിദ്ദക്ക് പോവാണ്. ഞാൻ റിയാദിൽ നിന്ന് വന്നിട്ട് പിന്നെ അന്ന് തന്നെ ജിദ്ദയിൽ നിന്ന് ലോഡ് കയറ്റി തബൂക്ക് വന്നു. ഇന്നലെ രാത്രി അവിടെ എത്തി. ഇന്നിപ്പോൾ രാവിലെ ലോഡ് ഇറക്കി തിരിച്ച് ജിദ്ദയിൽ പോവാണ്. എന്ന് നമ്മളെ കൂടെ കുറേ വണ്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വണ്ടി കമ്മിയാണ്. നമ്മളെ വണ്ടികളെല്ലാം പാകിസ്ഥാനികളാണ് കൂടുതൽ. ഓലക്കാട് വേക്കലുണ്ട്. മലയാളികളൊക്കെ റിയാദ് ദമാമ് പോയിക്കാണ്. അവിടെ ഈ ഒരു കടപ്പുറം ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കടലാണ് കാണുന്നത്. നല്ല രസമുള്ള നീല കടലും വെള്ള കളറുമായിട്ട്. ഇതാണ് നമുക്ക് മാഷാ അല്ലാഹ് കിട്ടിയ വണ്ടി. ഇത് നമ്മളെ ഷാജഹാൻ കോട്ടോപ്പാടം പോയിന വണ്ടിയാണ്. ഓന് ആക്ട്രോസ് MP5 പറഞ്ഞ വണ്ടിയുണ്ട്. കമ്പനിയിൽ നല്ല അടിപൊളി പുതിയ 5-6 വണ്ടി വന്നിട്ടുണ്ട്. ഇതൊരു വണ്ടി എടുത്തു പോന്. അപ്പോൾ ഓൻ്റെ വണ്ടി ഞാനും ചോദിച്ചു വാങ്ങി. അപ്പോൾ ഇത് ഓൻ പോയിന വണ്ടിയാണ്, ഷാജഹാൻ പോയിന വണ്ടിയാണ്. അടിപൊളി സൂപ്പർ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ മാനിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത്. ഇതിൽ ക്യാമറ കാര്യങ്ങൾ, അതുപോലെ സബ്, പിന്നെ എന്തൊക്കെ ഒരുപാട് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ട്രെയിലർ. ഇത് 40 ഫീറ്റ് എന്ന് പറയും ട്രെയിലർ. നമ്മളെ നാട്ടിലെ സകല കേബിളൊക്കെ പൊട്ടിച്ച് പോണ കണ്ടെയ്നറില്ല, ആ അതാണിത്. ആ കണ്ടെയ്നറാണ് ഈ കാണുന്നത്. ഇത് വണ്ടി 12 വീലാണിത്. ഫ്രണ്ടിലൊരു ടയറ്, ഇവിടെ 2 ടയറ്, പിന്നെ 3 സിംഗിള്, അങ്ങനെ 6 ടയർ, 12 ടയർ. ഇപ്പോൾ നമ്മൾ ഇതിൽ കൊടുന്ന ലോഡ് 25 ടന്നാണ്. നമ്മളെ നാട്ടിലത്തെ മാതിരി 12 വീല് കയറ്റുന്നത് 25 ടന്നാണ്. അതേമാതിരി ഇതിലും 25 ടന്നാണ് നമുക്ക് ലോഡ് ഉണ്ടായിരുന്നത്. സോളാറിൻ്റെ പാനലാണ് ഇത്. നമ്മളിവിടെ നിയോം പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടുന്ന് കുറച്ച് പോയാൽ 90-100 കിലോമീറ്റർ പോയാൽ നിയോം അറിയും. ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി വരുന്നതാണ് നിയോം. അവിടേക്കുള്ള കറണ്ട് വരുന്നത് ഷിഗിരി എന്നാണ്. സോളാറിനാണ് കറണ്ട്. നമ്മുടെ നാട്ടിലത്തെ മാതിരി ഇപ്പോൾ പഴയമാതിരി ഡീസലിനൊന്നും അല്ല ഇവിടെ സൗദിയിൽ കറണ്ട്. അപ്പോൾ അതിക്കുള്ള സോളാറിൻ്റെ പാനൽ കയറ്റി വന്നാണ് ഞാൻ. അപ്പോൾ നമ്മളെ കമ്പനിക്കാണ് ഏകദേശം കുറേ വണ്ടി നമ്മളത് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ മലയാളികളായിട്ട് ഞാൻ തന്നെ ഉള്ളൂ. പാകിസ്ഥാനി ആളുണ്ട്, ഒരു 10-15 വണ്ടി പാകിസ്ഥാനി ആളുണ്ട്. അതുപോലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ലോഡ് ഇറക്കി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മളെ ഈ വണ്ടി ഏകദേശം ഇത് 40 ഫീറ്റ്, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 10 അടി കൂടി ഉണ്ട്. 50 അടിയോളം നീളം ഉണ്ടാവും ഈ സാധനം വണ്ടി. നമ്മളെ നാട്ടിലിപ്പോൾ 26 അടി 12 വീല് നീളം ഉണ്ടാകുക, 26 അടിയും പിന്നെ കുറച്ച് ക്യാബിനും, അങ്ങനെ ഒരു 30-32 അടിയൊക്കെ നീളം ഉണ്ടാകുക. ഇത് ഏകദേശം 50 അടി ഉണ്ടാവും ഈ വണ്ടി. നല്ല സുഖമാണ്. ഫുള്ള് ബലൂണാണ്. മൊത്തം ക്യാബിനും റാസും മൊത്തം ട്രെയിലറും ഒക്കെ ബലൂണാണ്. അതിലിങ്ങനെ ഇരുന്ന് ഊഞ്ഞാലടിയാൽ മതി വണ്ടിയിൽ. അപ്പോൾ അൽഹംദുലില്ലാഹ് അടിപൊളി വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാണ്. ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. നമ്മളെ റിനോൾട്ടിലാറ് അടിപൊളി വണ്ടിയാണ്. റിനോൾട്ട് ഓടിക്കാൻ ആക്സിലേറ്റർ കുറച്ച് ടൈറ്റാണ്. ഇത് ആക്സിലേറ്ററൊക്കെ ഭയങ്കര ഫ്രീയാണ്. കാലിങ്ങനെ വെറുതെ വെച്ചെടുത്താൽ മതി. മാനിൽ ഒരുപാട് വണ്ടി വരുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത്. വലിയ ക്യാബിന്, പിന്നെ സൈഡിൽ ക്യാമറ കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടാൽ ഇൻഡിക്കേറ്ററിനെ കൊടുത്തിക്കണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ടയറിൻ്റെ വലിപ്പം വീതിയാണിത്. ഭയങ്കര വീതിയാണ് ഇവിടുത്തെ ടയർ. നമ്മുടെ നാട്ടിലത്തെ ചെറിയ ടയർമാരൊന്നുമല്ല. 1.5 ചാണ്ട് മുകളിൽ ടയറിൻ്റെ വലിപ്പം വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ട്രെയിലർ ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിൽ വിളിച്ചോട്ടിട്ടോ. ഇതാണ് നമ്മളെ കമ്പനീൻ്റെ അഡ്രസ്സ്. അർത്ഥം ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ ഇതാക്കണോ. ജിദ്ദ, റിയാദ്, ദമാമ്, ആൾ സൗദിയാണ്. സൗദിയിൽ എങ്ങോട്ടും ലോഡ് ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് ലോഡ് എങ്ങോട്ടും കൊണ്ടുപോകും. വണ്ടി ആവശ്യക്കാർ വിളിച്ചാൽ വണ്ടി കൊടുക്കുന്നതാണ്. ഏകദേശം 175ഓളം ട്രെയിലർ ഉണ്ട്. ഇപ്പം മിനിഞ്ഞാന്ന് പോയ 2 വണ്ടി വേറെ വന്നിട്ടുണ്ട്. ജർമ്മനിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഞങ്ങളാണ് പോയി കൊടുക്കുന്നത്. സീപോർട്ട് പോയിക്കാണ്ട് കപ്പലിൽ നിന്ന് ഇറക്കിക്കാണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരൻ സിറാജ് പാലക്കാടുണ്ട്. ഞങ്ങൾ 2 കൂടെ പോയി കൊടുക്കുന്നത്. റഷീദ് ഭായി ഞാനൊക്കെ പോയി കൊടുന്ന്. അപ്പോൾ ഇതാക്കണോ, എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഈ നമ്പറിൽ വിളിക്കാം. ലോഡുണ്ടെങ്കിൽ വിളിച്ചോളൂ. ദമാമ്, റിയാദ്, തബൂക്ക് എവിടെ നിന്നാലും കുഴപ്പമില്ല.
അപ്പോൾ മാഷാ അല്ലാഹ് അടിച്ചാപ്പൊളി ഒരു വണ്ടി നമുക്ക് കിട്ടി. അൽഹംദുലില്ലാഹ് എല്ലാം കൊണ്ട് ഹയറാണ്. സൂപ്പർ വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടിയാണ്. ഷാജഹാൻ MP5 ആണ്, മെർച്ചഡീസ് ബെൻസിൻ്റെ വണ്ടിയാണ് ഓന്. അപ്പോൾ ഓൻ ആ വണ്ടി ഒരു കമ്പം, ഓരോരുത്തർക്ക് ഓരോ കമ്പാണല്ലോ. അപ്പോൾ എനിക്ക് ഇതിമൊക്കൊരു കമ്പം. അപ്പോൾ ഞാൻ നമ്മളെ അയ്യൂബ് ഭായിനോട് റഷീദ് ഭായിനോട് പറഞ്ഞു, ഓനാ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് തരുവേണ്ടി പറഞ്ഞു. ഓക്കെ എന്നാൽ ആ വണ്ടി ചെടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഈ വണ്ടി കിട്ടി. സൂപ്പറാണ്. ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. ഇപ്പോൾ ഞാൻ വണ്ടിൻ്റെ ഉള്ളിലാണ്. ഇതാ ബെഡ് നമ്മൾ കിടക്കുന്ന സ്പേസാണിത്. ഏകദേശം 8 അടി നീളം ഇതുണ്ടാവും. ഞാൻ തന്നെ ഏകദേശം ഒരു 5.25-6 അടിക്ക് അടുത്ത് ഞാൻ കിടന്നാൽ പിന്നെ ഒന്നരാൾക്ക് കിടക്കാനുള്ള സ്ഥലം ബാക്കിയാണ്. പിന്നെ ഇവിടെ കുറേ സിസ്റ്റങ്ങളുണ്ട്. ചാർജർ, ഗ്ലാസ് താത്താൻ, പൊക്കാൻ, ലൈറ്റ് ഇടാൻ, കുറേ സിസ്റ്റങ്ങളുണ്ട് വണ്ടിയിൽ. പിന്നെ സൺറൂഫ് ഉണ്ട്. സൺറൂഫ് ഇത് ചില വണ്ടിക്ക് ഇവിടെ AC വരുന്നുണ്ട്, സൺറൈസ് വരി വരുന്നുണ്ട്. ഇതിന് സൺറൈസ് അല്ല വരുന്നത്. പിന്നെ ബർത്തുണ്ട്, 2 ആളുടെ ഇവിടെ കിടക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ ഉള്ളുകൾ. മാഷാ അല്ലാഹ് നല്ലൊരു വണ്ടി കിട്ടി നമുക്ക്. ഇതിൽ പിന്നെ എന്താ വെച്ചാൽ സബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പാട്ടും മുട്ടിൻ്റെ ആളാണ്. അപ്പോൾ ഈ സബ് കണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വണ്ടി മാറ്റിയത്. അപ്പോൾ മാനിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ്. മാനിൽ കുറേ പണിയെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ വണ്ടി ഇങ്ങനെയാണ്. പല വണ്ടി പല സിസ്റ്റത്തിലാണ് വരുന്നത്. ഇതിൽ സ്വിച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. AC. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ കേട്ടോ. ഇങ്ങോട്ടിട്ടാൽ ഗിയർ ഫസ്റ്റായി, ഇങ്ങോട്ടിട്ടാൽ റിവേഴ്സാണ്. വേറെ ഒരു പണി നമുക്കില്ല. ഫുള്ള് ഓട്ടോമാറ്റിക്കാണ്. ഇരുന്ന് ഇങ്ങനെ ആടിയാൽ മതി. ഇത് സീറ്റൊക്കെ നല്ല ആക്ഷൻ സീറ്റാണ്. കൈ വെക്കാലൊക്കെ ഉണ്ട്. കാലൊക്കെ കയറ്റി വെച്ചങ്ങനെ ഓടിയാൽ മതി. പിന്നെ ഇത് AC-ൻ്റെ വിൻഡോ. ഇത് ജർമ്മനിൽ വന്നാണ്. ജർമ്മൻ ഭാഷയാണ് എഴുതിക്കുന്നത്. അവിടെ ഈ പെണ്ണുങ്ങളോ ആണുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികളാണിത്. ജർമ്മനിൽ വരുന്നതാണിത്. ഇത് ജർമ്മനിലൊക്കെ മറ്റേ USB ഇത് വേണം, എന്താ പേര് പറയാം, GPS ഇട്ട് കാണാൻ അവിടെ കൂടുക. അപ്പോൾ ഇതിൻ്റെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെയാണിത്. ഏകദേശം 3,85,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ ലൈറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ വണ്ടി ഓഫാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ മാനിൻ്റെ എംബ്ലം. പിന്നെ നമുക്ക് ഇതൊക്കെ സൈഡ് ഗ്ലാസ് ശരിയാക്കാനുള്ള സിസ്റ്റങ്ങളാണ്. ഇവിടെ ഈ സ്വിച്ചുകളിട്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഫുള്ള് വലിയ കാറിന് BMW ഓടി കാറ് മാറ്റി തന്നെ ഒരു ഓടിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഈ സ്വിച്ചുകളൊക്കെ നെക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നെക്കി കൊടുത്താൽ ഗ്ലാസ്സൊക്കെ മാറും. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറിങ്ങിന് മുതലാണ് അത്യാവശ്യം പിടിക്കാണ്ട്. ഒരു നല്ല വണ്ണുള്ള സ്റ്റാറിങ്ങാണ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ. പിന്നെ നമ്മൾ അവിടെ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ സൈഡിൽ ക്യാമറ വരും. ഇതുണ്ടോ, അപ്പോൾ ആ സൈഡ് ഫുള്ള് കാണും. നമുക്ക് കണ്ണാടി കൂടി കാണാത്തത് ഇവിടെ കാണും. കണ്ണാടി 1, 2, 3, 4 കണ്ണാടി ഉണ്ട് നമുക്ക്. പക്ഷെ എന്തായാലും കാണൂല ചില സംഗതികളൊന്നും. ഈ കാറുകളൊക്കെ ചോട്ടുകൂടി മുട്ടുകാലിൽ ചോട്ടുകൂടി വരുന്ന വരെ വരിക. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ തിരിയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇതാ ക്യാമറ ഓണാവും. നമുക്ക് ആ സൈഡാണ് ഇപ്പോൾ ഫുള്ള് കാണുന്നത്. ആ പമ്പ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കേട്ടോ, ഇതിൽ കാണുന്നത് ആ പമ്പ് കാര്യങ്ങളാണ്. അതൊന്നും ഈ കണ്ണാടിയിൽ കാണൂല, ആ പമ്പോ കാര്യങ്ങളൊന്നും. പിന്നെ നമുക്ക് ഇതാ ഈ വെയിൽ വെള്ളാക്കാനുള്ള സിസ്റ്റമൊക്കെ ഉണ്ട്. അത് നല്ല വലുതാണ്. എല്ലാ വണ്ടിയിലും ചെറുതുണ്ടാവില്ല, ഇതിൽ അലാക്കിൻ്റെ വലുപ്പമാണ്. ഇത് നമുക്ക് ഈ സ്വിച്ച് നോക്കി കൊടുത്താൽ ഇതല്ലോ, ഈ സ്വിച്ചാണ്. ഈ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ മേലൊക്കെ ഇങ്ങനെ കയറും. വലിയ മെയിൻ ഗ്ലാസ്സാണ്, അലാക്കിൻ്റെ ഗ്ലാസ്സാണ്. ഒന്നൊക്കെ നല്ല സുഖമാണ്. ഒന്നും കണ്ടില്ല എന്നൊന്നും പറയില്ല, അമ്മാതിരി സൈറ്റാണ്. പിന്നെ നമുക്ക് ഡോറിൻ്റെ സൈഡിൽ ഇത് വെയിലുള്ളാക്കാൻ കർട്ടന് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ സിസ്റ്റങ്ങളുണ്ട്. പിന്നെ ഇതിലൊരാൾ നീച്ച് നിന്നാൽ 7 അടിയിലൊരു മനുഷ്യൻ നീച്ച് നിന്നാൽ മേലെ തട്ടൂല. 7 അടിൻ്റെ മുകളിൽ ഈ വണ്ടിൻ്റെ ഉള്ള ഹൈറ്റ് ഉണ്ട്. 8 അടി ഉണ്ടാവും. നമുക്കിങ്ങനെ കൈ പൊക്കുക, എന്നാലും മേലെ തട്ടുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ വലിയ ക്യാബിനാകുമ്പോഴല്ല സുഖം എന്താ വെച്ചാൽ ഓവറായിട്ട് കാറ്റ് പിടിക്കൂല. പൊടിക്കാറ്റിന് പോകുമ്പോഴേ പൊടി പിടിക്കൂല, തള്ളൽ കുറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മാഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വണ്ടി കിട്ടി, അതാണ് നമുക്ക് വലിയ സന്തോഷം.
അപ്പോൾ നമ്മൾ നല്ല ഹാപ്പിയിലാണ്. ഞാൻ അയ്യൂബായിനോട് പറഞ്ഞു നമുക്കൊരു വണ്ടി മാറ്റി ഷാജഹാൻ വണ്ടി എടുക്കുന്നുണ്ട്, അത് മാറ്റി തരുമെന്ന് പറഞ്ഞപ്പോൾ അയ്യൂബായി പറഞ്ഞു അതെടുത്തോ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കിത് കിട്ടി. ഇവിടെ അങ്ങനെ പെട്ടെന്നൊന്നും വണ്ടി മാറ്റൽ നടക്കില്ല. നമുക്ക് നമ്മളെ പേരിൽ ഒരുപാട് പേപ്പറുകൾ റെഡിയാക്കാണ്ട്. ഈ സീപോർട്ട് കയറണമെങ്കിൽ ഒരുപാട് പേപ്പറുണ്ട്, അത് ശരിയാക്കണം. അങ്ങനെ ഓരോ വണ്ടിൻ്റെ പേര് വെച്ച് കാണാൻ നമ്മളതൊക്കെ ഉണ്ടാക്കുക. ഒക്കെ ബൽക്കാല ചിലവുണ്ട് വണ്ടി പേരിന്ന് മാറ്റാൻ. അത്യാവശ്യം ചെറിയ പൈസൻ്റെ കേസൊക്കെ ഉണ്ടോന്നു. ഏതായാലും നമുക്ക് മാഷാ അല്ലാഹ് ഹയറാണ്. അൽഹംദുലില്ലാ എനിക്ക് നല്ല പുഞ്ചിരി ഉണ്ട് ഈ വണ്ടി കിട്ടിയിൽ. അടിപൊളി വണ്ടിയാണ്. പിന്നെ മെയിനായിട്ട് ഈ വണ്ടിയിൽ സബ്ബുണ്ട്. നല്ല മുട്ടക്കെട്ട് ഇങ്ങനെ പോകുക. ആ ഒരു ഒറ്റ റായത്തിലാണ് ഞാൻ ഈ വണ്ടി മാറ്റി. മറ്റേ വണ്ടി നല്ല അടിപൊളി വണ്ടി തന്നെയാണ്. അത് ഇതിലാറ് ആക്ഷനൊക്കെ ഉള്ള വണ്ടിയാണ്. പക്ഷെ അതിൻ്റെ ആക്സിലേറ്റർ ഭയങ്കര ടൈറ്റാണ്. ഇത് നല്ല സുഖമാണ്. ആക്സിലേറ്റർ വെറുതെ ഇങ്ങനെ ചെരുപ്പ് ഇങ്ങനെ മണിപ്പിച്ചു കൊടുത്താൽ മതി. പെരുമ്പാച്ചിൽ പായും സാധനം. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണി. മാഷാ അല്ലാഹ് വീഡിയോ എല്ലാവരും ഒന്ന് ഉഷാറായി കാണി. പിന്നെ ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ട്രെയിലർ പരമായിട്ട് ആർക്കെങ്കിലും വല്ല ലോഡോ കാര്യങ്ങളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ജിദ്ദ ആണ് ഞങ്ങൾ മെയിൻ ഹെഡ്. ദമാമിലുണ്ട് ഓഫീസ്, റിയാദിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും വല്ല ലോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. ഇല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് വിട്ടോളി. അയ്യൂബായിൻ്റെ നമ്പറുണ്ട്, റഷീദ് ഭായിൻ്റെ നമ്പറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളി. നമുക്ക് ലോഡ് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും, എത്തിച്ചു കൊടുക്കുന്നതാണ്, കൊണ്ടുവരുന്നതാണ്. പിന്നെ വേറെന്താ സുഖമാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ വണ്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇത്. നല്ല അടിപൊളി, നല്ല പരിക്കൊന്നും പറ്റിയില്ല. 3,85,000 കിലോമീറ്ററാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത്. എല്ലാവിധ സെറ്റിങ്സും ഉണ്ട്. അലാറം ഇതിപ്പോൾ നമ്മൾ വണ്ടി പിന്നെ ലൈന് മാറിയാൽ അലാറം അടിക്കും. അപ്പുറത്തേക്കും അപ്പുറത്തേക്കും. ഇത് വണ്ടി മുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ അപ്പം അലാറം അടിക്കും. ഇത് നമുക്ക് ഡിസ്റ്റൻസ് വണ്ടി നമ്മളൊരു സ്പീഡ് സെറ്റാക്കി വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്പീഡ് കുറയും. ഇത് നമുക്ക് സീറ്റ് ചൂടാക്കണമാണ് ഈ സാധനം. ഇത് നമുക്ക് തണുപ്പിനൊക്കെ ഓടുമ്പോഴേ സീറ്റ് ചൂട് വേണമെന്നുണ്ടെങ്കിൽ ശാന്തിയാകെ ചൂടാക്കാം, അൽഫാമാക്കി മാറ്റാം. അമ്മാതിരി ചൂടാണ് ഇതിൽ. പിന്നെ സീറ്റ് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്, കണ്ടമാന സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇതാ ഇവിടെ തീരാൻ പോവുകയാണ്. ഞാനിവിടെ ഈ നെറ്റ് റേഞ്ചിൻ്റെ ഒക്കെ ഒരു പ്രശ്നമില്ല, അത് കാരണമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ കമ്മിയാക്കിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണി, സപ്പോർട്ട് ചെയ്യും, പിന്നെ ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കും, മെസ്സേജ് ചെയ്യും. അപ്പോൾ ലൈക്ക് അടിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. പിന്നെ ട്രെയിലർ പരമായിട്ട് എന്തെങ്കിലും ലോഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചോളി. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അപ്പോൾ മാഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വണ്ടി കിട്ടിയുള്ള സന്തോഷത്തിലാണ്. ഇപ്പോൾ ഇന്നലെ ഇതേ സിസ്റ്റത്തിൽ 2 വണ്ടി വന്നിട്ടുണ്ട്. മിഞ്ഞാന്ന് ഞങ്ങൾ സീപോർട്ടിൽ പോയി 2 വണ്ടി കൊടുത്തു. അത് നല്ല വന്ന വണ്ടി ജർമ്മനിൽ നിന്ന് വന്നതാണ്. അടിപൊളി വണ്ടിയാണ്, മാനിന് കേട്ടോ വണ്ടി. അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ അവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണി ഉഷാറായി സന്തോഷിക്കുകയും നമ്മൾ തന്നെ വീഡിയോ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ഇനി നമ്മൾ പുളിച്ചിത്തരം കാട്ടുക അങ്ങനെയൊന്നും പറയുക. എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു വണ്ടി കിട്ടിയപ്പോൾ ആ ഒരു സന്തോഷം. ആദ്യം ഞാൻ വോൾവോ ആണ് ഓടിച്ചിരുന്നത്. വോൾവോ അത് പുതിയ വണ്ടിയായിരുന്നു. അത് നമുക്ക് 1400 കിലോമീറ്റർ ആയ വണ്ടിയാണ് കിട്ടിയത്. അത് പിന്നെ ഞാൻ പോകുമ്പോൾ 7 ലക്ഷം കിലോമീറ്റർ ഞാൻ ആ വണ്ടി ഓട്ടി. ഇപ്പോൾ നമുക്ക് മാഷാ അല്ലാഹ് ഇത് 385 ഓടിക്കണം. പക്ഷെ എന്നാലും വണ്ടിക്ക് ഒരു പരിക്കില്ല, ഒരു കിലുക്കം സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണി സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുകയും ലോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോളി കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.